ഒരു സബ്സ്ക്രൈബർ കുട്ടിയുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് ക്രാഫ്റ്റിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാലും പറഞ്ഞില്ലയോ ചെയ്യാമെന്ന് കരുതി. പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു. പണ്ട് ചെയ്തൊരു റോസാപ്പൂവാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. റോസാപ്പൂവിൻ്റെ അമ്മാവനായിട്ടൊക്കെ വരും എൻ്റെ പൂവ്. അത്ര മെനയൊന്നും ഇല്ല. മെയിനായിട്ട് ഫെവിക്കോൾ ഇല്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഗ്ലൂ സ്റ്റിക്കായിരുന്നു. ഫെവിക്കോൾ ഉണ്ടായിരുന്നു, പക്ഷെ എവിടാ വെച്ചതെന്ന് ഓർമ്മയില്ല. എവിടെയോ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി അളിച്ച് പറക്കിയിട്ട് നോക്കണം. ഓക്കെ, അതൊക്കെ വിട്. ഫെവിക്കോളായിരിക്കും നല്ലത്, ഗ്ലൂ സ്റ്റിക്ക് കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന കണക്ക് 4 സ്ക്വയർ കട്ട് ചെയ്യുക, 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന കണക്ക് ചെയ്യാം. ഓരോ പെറ്റലിൻ്റെ ഓരോ ഇതളായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ പെറ്റലിൻ്റെ ഒരു ഇതൾ കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ പെറ്റലിൻ്റെ 2 ഇതൾ, അങ്ങനെ മൂന്നാമത്തെ പെറ്റലിൻ്റെ 3 ഇതൾ, അങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് എൻ്റെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും. അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന ആ പീസസൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഇല്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത ഒരു ക്രാഫ്റ്റ് പരിപാടിയാണ്, അതുകൊണ്ട് ഞാൻ കളർ പേപ്പർ വാങ്ങിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, വൈറ്റ് പേപ്പർ ആയാലും മതി, കാര്യം നടന്നാൽ പോരെ. അങ്ങനെ അതെല്ലാം ഒട്ടിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു പെറ്റലായിട്ടൊക്കെ ഉള്ളതുണ്ടല്ലോ, അതായത് ഒരു ഇതളായിട്ട്, അതിനെന്താ പറയുന്നത്, എന്തെങ്കിലുമായിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് പ്രോപ്പറായിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആണ്ടേ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പശ വെച്ച് ഇനി ആ പൂവിൻ്റെ മണ്ടയിൽ ഒട്ടിച്ചു കൊടുക്കും. ഈ അവസാനത്തെ ലെയറിൽ ആ പൂവുണ്ടല്ലോ, ആ ഇതളുണ്ടല്ലോ, നേരെ ചൊവ്വ ഒട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒട്ടുണ്ടാകുന്നു. മാക്സിമം നിങ്ങൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക, അപ്പം നന്നായിട്ടിരിക്കും. അപ്പം എൻ്റെ പൂ ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.